ഹലോ, നമസ്കാരം. ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ ആണ്. അങ്ങനെ മെയ് ആയി അല്ലേ? 5-ാമത്തെ മാസമാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ. ഞാൻ ഷോപ്പ് ചെയ്ത എല്ലാം ഒന്നും വന്നിട്ടില്ല. അത് വേറൊരു തമാശയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ കിട്ടിയ പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി പ്രോഡക്ട്സ് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. സെയിൽ ഉണ്ട് ആമസോണിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആണ്, ഒരു കണ്ടീഷണർ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ബയോളജിൻ്റെ ഈ ഒരു കണ്ടീഷണർ, അവരുടെ ഈ ഒരു റേഞ്ച്, ഇത് സ്മൂത്ത് പ്രൂഫ് കണ്ടീഷണർ ആണ്, ആന്റി ഫ്രിസ് കണ്ടീഷണർ. ഞാൻ എപ്പോഴും ഷാംപൂ കണ്ടീഷണർ ഒക്കെ നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഫ്രിസി ഹെയറിനുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത്. ഹെയർ ഫോളിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിന് പറ്റിയ പ്രോഡക്ട്സ് ആണ് നോക്കുന്നത്. ഓക്കെ. ഈ ഒരു റേഞ്ച് കേട്ടോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ സെയിം റേഞ്ച് എന്നുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റിസൾട്ട്, ഓക്കെ, ആ ഒരു പ്രോപ്പർ റിസൾട്ട്, അവർ പറയുന്ന ഒരു റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കണ്ടീഷണർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി അടുത്തത് ദൈഗയുടെ ഈ ഒരു ലിപ് ബാം ആണ്. ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. ഓക്കെ. കുറേ ലിപ് ബാംസ് ഉണ്ടെങ്കിലും ഇത്രയധികം ഞാൻ യൂസ് ചെയ്യുന്ന ഒരെണ്ണം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ ഇതാ പുതിയതാണ് കേട്ടോ, കിട്ടിയപ്പോൾ തന്നെ യൂസ് ചെയ്ത് തുടങ്ങി ഞാൻ. ഇനി നെക്സ്റ്റ് വാങ്ങിയത് ഒരു പഴയ പ്രോഡക്റ്റ് ആണ്, നമ്മുടെ മേബിലിൻ്റെ ഈ ഒരു കൺസീലർ ആണ് കേട്ടോ. ഇത് ഏജ്ഡ് വൈൻ കൺസീലർ, സാൻഡ് ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇത്, ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് എക്സ്പയർഡ് ആയി. അപ്പം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയതേ ഉള്ളൂ. എഗെയിൻ ഒരു എന്താ പറയുക, ഭയങ്കര ഇവരുടെ മേബലിൻ്റെ കുറേ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിലൊരു ഹിറ്റ് ഐറ്റം ആണ്, ഒരുപാട് പേരുടെ ഒരു ഫേവറേറ്റ് ആണ്. ഇവർക്ക് തന്നെ ഒരുപാട് കൺസീലേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ കൺസീലറിന് ഭയങ്കര ഫാൻസ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു മീഡിയം കവറേജേ ഉള്ളൂ, അങ്ങനെ ഫുൾ കവറേജ് ഒന്നും ഇല്ല. പക്ഷെ നല്ലൊരു ഫിനിഷാണ്, ഒരുപാട് ഷെയ്ഡ് റേഞ്ചസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ്, ഇതൊരെണ്ണം വാങ്ങിയായിരുന്നു. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് ഐ പാച്ചസ് ആണ് കേട്ടോ. ഓക്കെ. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഐ പാച്ചസ് ആ ഒരു നമ്മുടെ പ്രത്യേകിച്ച് രാവിലെയൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ അറിയാം, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ പഫി ഐസ്. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പിന്നെയും വേറെ പ്രോഡക്ട്സ്, നല്ല ഐ ക്രീം ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഈ പഫി ഐസിന് ഇൻസ്റ്റന്റ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിലുണ്ട്, ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നോക്കിയതൊക്കെ വിക്സിയുടെ ഒക്കെ ഉണ്ട്, അബൌട്ട് 2000-3000 ആ ഒരു റേഞ്ചൊക്കെയാണ്. അപ്പോൾ അത്രയും വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം റിവ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഓക്കെ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ഒരു ടബിലാണ് വരുന്നത്. ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ദേ ഇതിൻ്റെ അകത്ത്, അപ്പൊ ദേ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്, ഇങ്ങനെയാണ് വരിക. ഇത് സിറമാണ് ഇതിനകത്ത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓടിക്കളിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഐ പാച്ചസ് ഒക്കെ ദേ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്യണം. ഞാൻ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല, നോക്കട്ടെ ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്ത് നോക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ ആ ഒരു റിസൾട്ട് ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് പുതിയ പ്രോഡക്റ്റ് അല്ല, ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആണ്, വിഷ് കെയറിന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം. ഇതിനെപ്പറ്റി ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോയിലും കൂടെ പറഞ്ഞായിരുന്നു. ഇത് എല്ലാ മാസവും എൻ്റെ ഒരു പർച്ചേസ് ലിസ്റ്റിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ. കാരണം
പ്രോഡക്റ്റും വളരെ ചെറുതാണ്, ഒരു മാസമൊക്കെ കഷ്ടി നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ. ആൻഡ് എന്താ പറയാ, നല്ലൊരു ഹെയർ ഗ്രോത്ത് സിറമാണ്, ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കുറച്ച് പ്രൈസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഒരു വീണ്ടും പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് ഒരു നെയിൽ പോളിഷ് കിറ്റാണ്. ലാസ്റ്റ് ടൈം ബ്ലൂ ഹെവന്റെ ആണ് വാങ്ങിയത്. ഇത് ഷുഗർ പോപ്പിന്റെ ആണ് കേട്ടോ. ഷുഗർ പോപ്പിന്റെ 4 നെയിൽ പോളിഷസിന്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് വൈബ്രന്റ് കളേഴ്സ് ആണ്. ഇതിനകത്ത് ബ്ലൂവും റെഡും ഈ കളേഴ്സ് ഒക്കെയാണ്. ഇതും അത്യാവശ്യം എന്താ പറയാ, അഫോർഡബിൾ ആണ്. ഞാൻ ഇങ്ങനത്തെ വാങ്ങാറുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെയിൽ പോളിഷ് ഞാൻ ഇതുപോലെ ചെറിയ സെറ്റ് മാത്രം വാങ്ങാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഇത്രയും മാത്രമാണ്. എന്തായാലും ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.